Gentlemen, it's the proposal to make India's first atom bomb. ഹോമി ജഹാംഗീർ ബാബ ബോംബെയിലെ സമ്പന്നമായ പാഴ്സി കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം വിദേശ പഠനത്തിലൂടെ തിയറിറ്റിക്കൽ ഫിസിക്സിൽ PhD എടുക്കുകയും ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിൽ തന്റേതായ കോൺട്രിബ്യൂഷൻ നൽകി ലോകപ്രസിദ്ധനായ ഒരു ഫിസിസിസ്റ്റായി മാറുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഹോമി അദ്ദേഹവുമായി നടത്തിയ ധാരാളം ചർച്ചകളുടെ ഫലമായി സ്വാതന്ത്ര്യാനന്തരം പ്രധാനമന്ത്രിയായ നെഹ്റു ആറ്റോമിക് എനർജി ആക്ട് പാസ്സാക്കുന്നതിലൂടെ ആറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ കൊണ്ടുവരികയും ഹോമി ബാബയെ അതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. തുടർന്ന് ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് പവറുള്ള ഗവൺമെന്റിന്റെ സെപ്പറേറ്റ് മിനിസ്ട്രിയായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി രൂപം കൊള്ളുകയും ന്യൂക്ലിയർ റിയാക്ടർ റിസർച്ച് നടത്തുന്നതിനും ടെക്നോളജി ഡെവലപ്മെന്റിനും വേണ്ടിയുള്ള സ്പെസിഫിക് ലാബോറട്ടറിയായ ആറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ട്രോംബെ രൂപം കൊള്ളുകയും ചെയ്യുന്നു. മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ആണവ ഊർജ്ജത്തിനായി യുറേനിയം ഉപയോഗിച്ചപ്പോൾ യുറേനിയത്തിന്റെ ലഭ്യത വളരെ കുറവായിരുന്ന ഇന്ത്യ ഇവിടെ ധാരാളമായി ഉണ്ടായിരുന്ന തോറിയം റിസർവ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി യുണീക്കായ ഒരു 3 സ്റ്റേജ് സീക്വൻഷ്യൽ ക്ലോസ്ഡ് ഫ്യൂവൽ സൈക്കിൾ രൂപകൽപ്പന ചെയ്യുന്നു. ഇതിലൂടെ ലോങ് ടേം ആയിട്ടുള്ള എനർജി ഇൻഡിപെൻഡൻസ് ഹോമി ബാബയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിക്കുകയും ചെയ്യുന്നു. കേരള കടൽത്തീരത്ത് നിന്ന് കണ്ടെത്തിയ മോണോസൈറ്റ് സാൻഡിൽ നിന്നാണ് അന്ന് പ്രധാനമായി തോറിയം എക്സ്ട്രാക്ട് ചെയ്തിരുന്നത്. തുടർന്ന് ഇന്ത്യ ധാരാളം മൈൽ സ്റ്റോണുകൾ ന്യൂക്ലിയർ പ്രോഗ്രാമിൽ അച്ചീവ് ചെയ്യുന്നു. 1956 അപ്സരയും 60 സൈറസ് ന്യൂക്ലിയർ റിയാക്ടറും ബിൽഡ് ചെയ്യുന്നു. ഇവയെല്ലാം തന്നെ സിവിലിയൻ യൂസിന് ഉപയോഗിക്കാനായിരുന്നു ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്. എന്നാൽ 1962 ചൈനയുമായുള്ള സിനോ ഇന്ത്യൻ വാറിൽ ഇന്ത്യക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതും 64 ചൈന ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി തുടങ്ങിയതും ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റിക്ക് ത്രെറ്റ് ആവുകയും ഇന്ത്യയുടേതായ ന്യൂക്ലിയർ വെപ്പൺസ് നിർമ്മിക്കാൻ നിർബന്ധിതമാവുകയും തുടർന്ന് രഹസ്യമായി 74 സ്മൈലിംഗ് ബുദ്ധ എന്ന കോഡ് നെയിമിൽ ഇന്ത്യ ഒരു ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റ് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. 1964 തൻ്റെ 56-ാം വയസ്സിൽ ഡോക്ടർ ഹോമി ബാബ ഒരു എയർ ഫ്ലൈറ്റ് ക്രാഷിൽ മരണപ്പെടുകയും അദ്ദേഹത്തിനോടുള്ള ആദരസൂചകം അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ട്രോംബെയുടെ നാമം ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് മാറ്റുകയും ചെയ്തു.